ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എ ഫ്രണ്ട് എന്ന ചാപ്റ്റർ ആണ്. യു ഹാവ് മെനി ഫ്രണ്ട്സ്, ഹാവിൻറ്റ് യു? നിങ്ങൾക്ക് കുറേ സുഹൃത്തുക്കളില്ലേ? വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം? അവരുടെ എന്ത് ക്വാളിറ്റിയാണ്, അവരുടെ എന്ത് ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ പോവുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ് പോയത്. ക്ലാസ്സിലുള്ള ഒരാളെ പോലും നിങ്ങൾക്കറിയില്ല. പക്ഷേ ആദ്യമായി നിങ്ങളുടെ ബെഞ്ചിൽ വന്ന് നിങ്ങളുടെ കൂടെ ഇരുന്ന ഒരാളോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ കുറേ പേരുണ്ടെങ്കിൽ അതിൽ കുറച്ച് പേരായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ്. അതിലും ഒന്നോ രണ്ടോ പേരായിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? എന്തുകൊണ്ടായിരിക്കും അവർ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി മാറിയത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവർക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമുള്ളത് കൊണ്ടായിരിക്കാം. അവർ നിങ്ങളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അവർ നിങ്ങൾക്ക് പല കാര്യങ്ങളും സ്നേഹത്തോടെ തരുന്നത് കൊണ്ടായിരിക്കാം. എന്തൊക്കെയായിരിക്കും ആ കാരണങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നൗ റീഡ് ദ പോയം അബൌട്ട് എ ട്രൂ ഫ്രണ്ട്. ട്രൂ ഫ്രണ്ട്, സത്യസന്ധനായ, നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ ഫ്രണ്ട്, അതാണ് ട്രൂ ഫ്രണ്ട്. ഇവിടെ ട്രൂ ഫ്രണ്ടിനെ പറ്റിയുള്ള ഒരു കവിതയാണ്. ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ, ട്രൂ സത്യസന്ധനായ, ട്രൂ ഫ്രണ്ട് സത്യസന്ധനായ ഫ്രണ്ട്. A friend. A friend is one who stands to share your every touch of grief and care. A friend is, ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ one who stands to share, നിങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്ന ആള്. Your every touch of grief and care, നിങ്ങളുടെ ഓരോ വിഷമങ്ങളും അതുപോലെ കെയർ, നിങ്ങളുടെ ഓരോ ദുഃഖവും കരുതലും പങ്കുവെക്കാൻ എപ്പോഴും ഒപ്പം നിൽക്കുന്ന ആളാണ് ഒരു നല്ല കൂട്ടുകാരൻ. He comes by chance but stands by choice. Your praises he is quick to voice. He comes by chance എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സ്കൂളിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്ന സമയത്ത് നമുക്ക് ആരെയും അറിയില്ല. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് അബദ്ധത്തിൽ വന്ന ഒരാളായിരിക്കാം, ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവുമില്ലാതെ വന്ന ഒരാളായിരിക്കാം. ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്, പക്ഷെ അയാളുടെ ചോയ്സ് കൊണ്ട്, അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. യുവർ പ്രൈസസ് ഹി ഈസ് ക്വിക്ക് ടു വോയിസ്, നിങ്ങളെ പ്രശംസിക്കാൻ അവരൊട്ടും മടിക്കില്ല. അവര് എപ്പോഴും നിങ്ങളുടെ നല്ല കാര്യങ്ങൾ പ്രശംസിക്കും. അവൻ യാദൃശ്ചികമായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വന്നതാണെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൂടെ തങ്ങുന്നത്. മാത്രമല്ല നിങ്ങളെ പ്രശംസിക്കാൻ അവൻ എപ്പോഴും മുന്നിലുണ്ടാവും. നോ ഗ്രീവിയസ് ഫോൾട്ട് ഓർ പാസിംഗ് വിം can make an enemy of him. ഗ്രീവിയസ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു തെറ്റ് പറ്റുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പാസിംഗ് വിം, പെട്ടെന്നുള്ള എന്തെങ്കിലും എടുത്തുചാട്ടോ അല്ലെ വാശിയോ, വലിയ തെറ്റോ താൽക്കാലികമായ വാശിക്കോ ഒന്നും അവനെ നിങ്ങളുടെ ശത്രുവാക്കാൻ പറ്റില്ല. And though your need be great or small, his strength is yours throughout it all. അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവന്റെ ശക്തി നിങ്ങളുടെയും ശക്തിയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം തോന്നിയാൽ കൂടെ ഒരാളും കൂടി, അതും നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ കൂടെ തന്നെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമുക്കത് വലിയൊരു സ്ട്രെങ്ത് ആയിരിക്കില്ലേ? നമുക്ക് ആ കാര്യം എന്തായാലും ചെയ്യാമെന്ന് തോന്നില്ലേ? അപ്പൊ എപ്പോഴും ഒരു നല്ല കൂട്ടുകാരൻ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യം വലുതോ ചെറുതോ ആകട്ടെ, ആ സമയത്തെല്ലാം അവന്റെ കരുത്ത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഇതുവരെ വായിച്ച ഭാഗത്തിലെ പുതിയ വാക്കുകൾ ഏതൊക്കെയാണ്? ഗ്രീഫ് വിഷമം, കെയർ കരുതൽ, ചാൻസ് ആകസ്മികമായി പ്രതീക്ഷിക്കാതെ, ചോയ്സ് സ്വന്തം ഇഷ്ടം, പ്രൈസ് പ്രശംസിക്കുക, വോയിസ് പ്രകടിപ്പിക്കുക, ഗ്രീവിയസ് ഗുരുതരമായ, ഫോൾട്ട് തെറ്റ്, പാസിംഗ് വിം താൽക്കാലിക ആഗ്രഹം അല്ലെങ്കിൽ താൽക്കാലികമായ വാശി, ഉണ്ടാവുന്ന ചെറിയ ഓരോ കാര്യങ്ങൾ, എനിമി ശത്രു, ത്രൂ ഔട്ട് മുഴുവനായി. No matter where your path may turn, your welfare is his chief concern. നിങ്ങൾ ജീവിതത്തിൽ എല്ലാ കാലവും ഒരുമിച്ചാവണമെന്നില്ല അല്ലേ?
ജീവിതത്തിൽ രണ്ടുപേരും രണ്ട് വഴിക്ക് ആയി പോവാം. എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം. അതായത് നിങ്ങളിപ്പോ ഒരുമിച്ച് പഠിച്ചിട്ട് രണ്ടും വേറെ വേറെ കോളേജിൽ പോവാണ്, അല്ലെങ്കിൽ വേറെ വേറെ ജോലിക്ക് പോവാണ്. അപ്പൊ അങ്ങനത്തെയൊക്കെ അവസ്ഥയിലും യുവർ വെൽഫെയർ, നിങ്ങളുടെ ക്ഷേമം അല്ലെങ്കിൽ നിങ്ങളുടെ നന്മ, സന്തോഷം ഈസ് ഹിസ് ചീഫ് കൺസേൺ. നിങ്ങൾക്ക് നല്ലത് വരണം എന്നാണ് അവരുടെ ആഗ്രഹം. No matter what your dream may be, he prays your triumph soon to be. നിങ്ങളുടെ സ്വപ്നം എന്തുമാകട്ടെ, he prays your triumph. നിങ്ങളുടെ വിക്ടറി, നിങ്ങളുടെ വിജയം പെട്ടെന്നാവാൻ അവരെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. There is no wish your tongue can tell, but what is your friends as well. അതായത് നിങ്ങൾ തുറന്നു പറയുന്ന ഏതൊരാഗ്രഹവും നിങ്ങളുടെ സുഹൃത്തിൻ്റെത് കൂടി ആഗ്രഹമായി മാറും. നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു ആഗ്രഹം അവരുടെയും കൂടി ആഗ്രഹമാവാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല. അവർ നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ കൂടെ ഏത് ആഗ്രഹത്തിനും വരും. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും അതിന് ഒരു ചാൻസും ഇല്ല അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ. The life of him who has a friend is double guarded to the end. Life of him who has a friend. ഒരു നല്ല സുഹൃത്തുള്ള ഒരാളുടെ ജീവിതം is double guarded. വളരെ സുരക്ഷിതമായിരിക്കും, ഇരട്ടി സുരക്ഷിതമായിരിക്കും to the end. അവസാനം വരെ. കാരണം എന്താ? എല്ലാ കാര്യത്തിനും രണ്ടുപേരും ഒരുമിച്ചുണ്ടാവില്ലേ? ഒരാളുടെ ആഗ്രഹത്തിന് രണ്ടുപേരും ഒരുപോലെ ശ്രമിക്കും. അവസാനം വരെ ഇരട്ടി സുരക്ഷിതമായിരിക്കും. പുതിയ വാക്കുകൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്? പാത്ത് വഴി, ടേൺ തിരിയുക, വെൽഫെയർ ക്ഷേമം, ചീഫ് പ്രധാനപ്പെട്ട, കൺസേൺ ആകുലത, ഡ്രീം സ്വപ്നം, പ്രേ പ്രാർത്ഥിക്കുക, ട്രയംഫ് വിജയം, വിഷ് ആഗ്രഹം, ടങ് നാക്ക്, ഡബിൾ ഗാർഡഡ് ഇരട്ടി സുരക്ഷിതമായ. Let's explore the poem. Who is your best friend? Why is your friend important to you? ഈ ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? നിങ്ങളുടെ ക്ലാസ്സിലെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് എഴുതുക. ആൻഡ് why is your friend important to you? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയത്? ആ കാരണങ്ങൾ കൂടി എഴുതുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. My best friend is Rahul. He is important to me because he always helps me, care for me and stays with me in happy and difficult time. എന്തുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? കാരണം എൻ്റെ ഫ്രണ്ട് എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും, എന്നെ കെയർ ചെയ്യും, പിന്നെ എൻ്റെ കൂടെ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും നിൽക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. What do you learn about a good friend from the poem? ഈ കവിതയിൽ നിന്ന് നിങ്ങൾ ഒരു നല്ല സുഹൃത്തിനെ പറ്റി എന്താണ് പഠിച്ചത്? A good friend shares our joys and sorrows. നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഷെയർ ചെയ്യുന്ന ആളാണ് നമ്മുടെ ഒരു നല്ല ഫ്രണ്ട്. അതുപോലെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന, പിന്നെ നമ്മളുടെ നല്ല കാര്യങ്ങളൊക്കെ പ്രശംസിക്കുന്ന, നമ്മളെ ഒരിക്കലും വിട്ടുപോകാത്ത ആളാണ് നമ്മുടെ നല്ല ഫ്രണ്ട്. A good friend shares our joys and sorrows, support us, praises our good qualities and never leave us. How does a friend's presence make your life more secure? ഈ കവിതയിൽ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു സുഹൃത്തുള്ള ഒരാളുടെ ജീവിതം ഇരട്ടി സുരക്ഷിതമായിരിക്കും എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മോർ സെക്യൂർ, കൂടുതൽ സുരക്ഷിതമായിരിക്കുന്നത്? Friends' presence make our life more secure because കാരണം they help us, protect us and stand by us in every situation. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ 3 ചോദ്യത്തിന്റെയും ഉത്തരം ഒരേ ഉത്തരമാണ്. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും, അവർ നമ്മളെ കൂടെ എല്ലാ സിറ്റുവേഷനിലും നിൽക്കും. How does the poem encourage us to be a good friend? നമ്മൾ ഗുഡ് ഫ്രണ്ട്സിന്റെ ക്വാളിറ്റീസ് ഈ 3 ചോദ്യങ്ങളിലായി കണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ എങ്ങനെയാ എൻകറേജ് ചെയ്യേണ്ടത്? The poem encourages us to care for others, help them, support them and remain loyal throughout the life. അവരോട് എപ്പോഴും ലോയൽ ആയിരിക്കാനും ശ്രമിക്കുക. Activity 1.
What are the qualities of a good friend? Complete the word web given below. ഇവിടെ ഒരു വേർഡ് വെബ് തന്നിട്ടുണ്ടല്ലേ. അപ്പൊ കവിതയിൽ നോക്കി ഒരു ഗുഡ് ഫ്രണ്ടിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. 4 ചോദ്യോത്തരങ്ങൾ എഴുതിയപ്പോൾ തന്നെ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. എന്തൊക്കെയാണത്? ഷെയറിംഗ്, കെയറിംഗ്, ഹെൽപ്ഫുൾ, ട്രസ്റ്റ്വർത്തി, വിശ്വാസം, എൻകറേജിംഗ്, പ്രോത്സാഹനം, ഫോർഗിവിംഗ്, ക്ഷമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഈ സർക്കിളിൽ എഴുതി ഫില്ല് ചെയ്യുക. Activity 2. Read the lines of the poem. A friend is one who stands to share your every touch of grief and care. ഇവിടെ the words care and share end with the same sound. ഈ കവിതയിലുള്ള 2 ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഷെയർ, കെയർ, ഇത് രണ്ടും എൻഡ് ചെയ്യുന്നത് സെയിം സൗണ്ടിലാണല്ലേ. എയർ, എയർ. They are called rhyming words. Rhyming words എന്ന് പറഞ്ഞ ഒരേപോലെയുള്ള ശബ്ദത്തിൽ എൻഡ് ചെയ്യുന്ന വാക്കുകളാണ്. Find out more rhyming words from the poem. നമുക്ക് പോയം ഒന്ന് നോക്കാം. അതിൽ ഇതുപോലെ ഏതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ് ഉള്ളതെന്ന്. ഷെയർ, കെയർ നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ. ഇനി അടുത്തത് ചോയ്സ്, വോയിസ്. ചോയ്സ്, വോയിസ് റൈമിംഗ് വേർഡ്സ് ആണ്. വിം, ഹിം രണ്ടും എൻഡ് ചെയ്യുന്നത് ടിം ആണ്. അപ്പൊ ഇത് രണ്ടും റൈമിംഗ് വേർഡ്സ് ആണ്. സ്മോൾ, ഓൾ. ടേൺ, കൺസേൺ, ബി, സി. പിന്നെ ടെൽ, വെൽ, ഫ്രണ്ട്, എൻഡ്. ഇതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ്. അപ്പൊ നമ്മുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ്? ചോയ്സ്, വോയിസ്, വിം, ഹിം, സ്മോൾ, ഓൾ, ടേൺ, കൺസേൺ, ബി, സി, ടെൽ, വെൽ, ഫ്രണ്ട്, എൻഡ്. ആക്ടിവിറ്റി 3. You all have friends, haven't you? നിങ്ങൾക്ക് എല്ലാം സുഹൃത്തുക്കളില്ലേ? Do you know the likes and dislikes of your friends? നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇഷ്ടങ്ങളും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? Ask your friend about their likes and dislikes and write them in the space provided. An example is given for you. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ടോമി ലൈക്സ് ഫുട്ബോൾ. ടോമിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. He doesn't like cricket. അവന് ക്രിക്കറ്റ് ഇഷ്ടമല്ല. ഇതുപോലെ നിങ്ങളുടെ ക്ലാസ്സിൽ ഓരോരുത്തരോടും ചോദിക്കുക. ഒരു 5 പേരെങ്കിലും മിനിമം എടുക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളെ. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണ്, ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അത് ഇതേപോലെയുള്ള സെന്റൻസ് ആക്കി എഴുതി നോക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളെ പറ്റി വേണം എഴുതാൻ. Ananya likes drawing pictures. She doesn't like swimming. Rahul likes ice cream. He doesn't like bitter gourd. Sneha likes dancing. She doesn't like singing. Arjun likes playing badminton. He doesn't like football. Neha likes ice cream. She doesn't like spicy food. അങ്ങനെ A Friend എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമന്റിൽ അറിയിക്കുക. എന്തെങ്കിലും മാറ്റം വേണമെങ്കിലോ നിങ്ങളുടെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്നോ എന്നെ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതാണ്. അതുവരേക്കും ബൈ.